പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. കാഴ്ചയിലെല്ലാം വളരെ ഭംഗിയായി തോന്നുമെങ്കിലും ആ വലിയ വീടിന്റെ ഉള്ളിൽ ഉള്ളറകളിൽ പലരുടെയും മനസ്സിൽ പല കണക്കൂട്ടുകളായിരുന്നു. അനിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. ആദർശിന്റെയും മുത്തശ്ശന്റെയും നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഈ ചടങ്ങിൽ നിന്നു കൊടുക്കുകയാണവൻ. അവന്തികയെ ഒരു ഭാര്യയായി സങ്കല്പിക്കാൻ പോലും അനിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ എല്ലാവരുടെയും നിർബന്ധം സഹിക്കാനാവാതെ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടുകൂടെ അവൻ ആ ഒരു വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുകയായിരുന്നു. ഇതേ സമയം ഒരു മുറിയുടെ കോണിൽ നിന്ന് ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നവ്യ. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു തീ പാറുന്നുണ്ടായിരുന്നു. ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. അവന്തികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നവ്യക്ക് നന്നായിട്ടറിയാം. അവൾ ഒരു വലിയ ചതിക്കുഴിയാണ് അനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. അനിയുടെ പണവും പ്രതാപവും മാത്രമാണ് അവന്തികയുടെ ലക്ഷ്യം. അനി ഒരു പാവമാണ്, നല്ലൊരു പയ്യനാണ്. അവന്തികയെ പോലൊരുവൾ അനിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ അനിയുടെ ജീവിതം തന്നെ അങ്ങ് നശിച്ചു പോകുമെന്ന് നവ്യക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നവ്യ നേരത്തെ തന്നെ ചില കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. അവൾ വേഗം തൻ്റെ ഫോൺ എടുത്ത് കോണ്ടാക്ട്സ് ലിസ്റ്റിൽ തന്നെ അനാമികയുടെ നമ്പർ എടുത്തു. അനാമിക, അനിയുടെ ഇപ്പോഴത്തെ ഭാര്യ നിയമപരമായി തന്നെ ഇതുവരെ വേർപിരിഞ്ഞിട്ടില്ല. നവ്യ വേഗം ഒരു മെസ്സേജ് അങ്ങ് ടൈപ്പ് ചെയ്തു. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം ഇന്ന് അനന്തപുരിൽ വെച്ച് നടക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും മുടക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ അനിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു കോമ്പൻസേഷൻ പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല. അവൾ ആ മെസ്സേജ് അങ്ങ് സെൻഡ് ചെയ്തു. എന്നിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതേ സമയം നവ്യയുടെ മെസ്സേജ് കിട്ടുമ്പോൾ അനാമിക അവളുടെ വീട്ടിൽ വേണുവിനെ രേവതിക്കൊപ്പം തന്നെ ഇരിക്കുമായിരുന്നു. ഫോണിലെ മെസ്സേജ് വായിച്ചപ്പോൾ അവളുടെ മുഖം അങ്ങ് മാറി. അവൾ വേഗം അത് അച്ഛനെയും അമ്മയും കാണിച്ചു. വേണുവും രേവതിയും ആ ഒരു മെസ്സേജ് വായിച്ച് പരസ്പരം നോക്കി. അവൾ പറഞ്ഞത് നേരാ. വേണു ദേഷ്യത്തോട് പറഞ്ഞു, ആരാ ഈ മെസ്സേജ് അയച്ചതെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. നാളെ അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എന്താ വിലയുള്ളത്? രേവതിയും അത് ശരിവെച്ചു. അതെ, ഇപ്പോഴും അനി നിന്റെ ഭർത്താവല്ലേ മോളെ? അങ്ങനെയുള്ളപ്പോൾ അവൻ വേറൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വിരൽ മൂലദിനം അറിയുന്നതും ഒട്ടും ശരിയുള്ള കാര്യമല്ല. അനാമികക്ക് പെട്ടെന്ന് നവീൻ വക്കീലിനെയാണ് ഓർമ്മ വന്നത്. അച്ഛാ, നവീൻ വക്കീൽ പറഞ്ഞത് നമ്മൾ അനന്തപുരിയിൽ നിന്ന് നല്ലൊരു കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കണമെന്നാണ്. അദ്ദേഹം അതിനുള്ള വഴികളൊക്കെ നോക്കാമെന്നാ എന്നോട് പറഞ്ഞത്. എന്ത് വക്കീല്? വേണു പുച്ഛത്തോടെ പറഞ്ഞു. നിവിൻ വക്കീൽ പറയുന്നത് കേട്ട് തുള്ളാനൊന്നും നിൽക്കണ്ട. അതൊന്നും ശരിയാവില്ല മോളെ. അയാൾ അനിയുടെ വക്കീലാണ്, നമ്മുടെ അല്ല. അവനെ രക്ഷിക്കാനും പൈസ കൊടുക്കാതെ തന്നെ ഒഴിവാക്കാൻ മാത്രമേ അയാൾ നോക്കുള്ളൂ. രേവതി ഇടയ്ക്ക് കയറി പറഞ്ഞു. അച്ഛൻ പറയുന്നത് കേൾക്കുമോളെ, ഇവൻ നിന്നെ ചതിക്കാണ്. നമുക്ക് ഈ അവസ്ഥയിൽ കുറച്ച് പൈസ കിട്ടിയാൽ അതൊക്കെ കൊള്ളാം. പക്ഷേ ഇതോടുകൂടി അതെല്ലാം അവസാനിക്കല്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്കുകയെ. അനിയും അവരുടെ കുടുംബത്തിലെ ആ ഒരു അവന്തികയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോട് എന്ത് ചോദിക്കാൻ പറ്റും? നിയമപരമായിട്ട് ഈ കല്യാണം തെറ്റാണെങ്കിലും അവരത് നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അനാമിക കുറച്ചു നേരം ആലോചിച്ചു. അമ്മ പറഞ്ഞത് ശരിയാ, നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ്. ഞാൻ ഇപ്പോഴും അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നെങ്കിൽ അനി മറ്റൊരു പെണ്ണിന്റെ കഴുത്ത് താലി കെട്ടുന്നതും മോതിരം ഇടുന്നതൊന്നും ഞാൻ സമ്മതിക്കില്ല. അത് നമ്മൾ തന്നെ തടയണം. വേണു അങ്ങ് ചാടി എഴുന്നേറ്റു. അതെ, തടയണം മോളെ. അവൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവൻ ഇനി എത്ര കാലം കല്യാണം കഴിച്ചാലും നമുക്കതൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യത്തിലും കോമ്പൻസേഷന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവണം. ആ അനന്തമൂർത്തിയും മറ്റുള്ളവരും എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ ആ കോമ്പൻസേഷന്റെ കാര്യം അങ്ങ് സംസാരിക്കാൻ അവിടെ ചെന്നപ്പോൾ അയാൾ എന്നെ കരണത്തടിച്ച് ഇറക്കി വിട്ടതല്ലേ ചെയ്തത്. എന്നിട്ടിപ്പോൾ ഇങ്ങനൊരു നെറുകേട് കാണിക്കാൻ അവർക്കിങ്ങനെ എങ്ങനെ ധൈര്യം വന്നു? നമ്മൾ അവിടെ ചെന്നത് തടയണം. അനാമികയുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ എരിഞ്ഞു. അതേ അച്ഛാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അവിടെ ചെന്ന് വിവാഹ നിശ്ചയം മുടക്കണം. പോരാത്തതിന് പോലീസിലൊരു പരാതിയും കൊടുക്കണം. പോലീസ് വേണു പെട്ടെന്ന് തന്നെ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. ശരിയാ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. ആ നന്ദു, അവളല്ലേ ഇപ്പോഴത്തെ എസ് ഐ? അവൾക്കും അനിക്കും തമ്മിൽ പണ്ട് തൊട്ടേ നല്ല ബന്ധത്തിലാണല്ലോ. അനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവളാ നന്ദു. അങ്ങനെയുള്ളപ്പോൾ ഈ വിവാഹ നിശ്ചയം മുടക്കിക്കാണാൻ അവളും ആഗ്രഹിക്കുന്നുണ്ടാവും. നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവൾക്ക് തന്നെ പരാതി കൊടുക്കാം. നമ്മൾ അവിടെ ചെന്ന് തടയാൻ ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് വന്ന് ഇടപെടാനും അത് ഉപകരിക്കും. എന്നാൽ പിന്നെ ഒട്ടും വൈകിക്കണ്ട, നമുക്കിപ്പോൾ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അനാമിക പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും നേരെ സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ നന്ദു തൻ്റെ ക്യാബിൽ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. പുറത്ത് അവൾ എസ് ഐ ആണെങ്കിലും ഒരു കർക്കശക്കാരിയാണെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഇന്ന് അനിയുടെ വിവാഹ നിശ്ചയമാണ്. അവൾ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ അനി ഇപ്പോഴും സ്നേഹിക്കുന്നത് അനിയുടെ കല്യാണം മറ്റൊരാളുമായി ഉറപ്പിക്കുന്നു. അവളുടെ നെഞ്ചിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു. അപ്പോഴാണ് അനാമികയും കുടുംബവും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനാമിക കണ്ടപ്പോൾ തന്നെ നന്ദുവിൻ്റെ മുഖമങ്ങ് ഒന്നുകൂടെ മങ്ങി. അനാമിക ഒരു ചിരിയോടുകൂടി നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ നന്ദു, ഇതൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ നിയമം പാലിക്കേണ്ടവരല്ലേ? എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടുനിൽക്കുന്നത് ശരിയാണോ? ഓ, നിന്റെ ചേച്ചിമാരുടെ കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്ന വീടല്ലേ അത്, അനന്തപുരി. അവർക്ക് പണമുള്ളത് കൊണ്ട് എന്ത് തോന്നിയവസവും കാണിക്കാലോ അല്ലേ?
ഇതിനൊക്കെ നിന്നെ പോലുള്ള പോലീസുകാരൊക്കെ കൂട്ടു നിൽക്കുമല്ലോ. നന്ദുവിന് ദേഷ്യം വന്നു. അവൾ ശബ്ദം അങ്ങ് കടുപ്പിച്ച് ചോദിച്ചു, അനാമികക്ക് ഇപ്പം എന്താ വേണ്ടത്? വളച്ചു കെട്ടാത്ത കാര്യം പറ. അന്നേരം വേണു മുന്നോട്ട് വന്നു. ഞങ്ങൾക്ക് എന്താ വേണ്ടത് നിനക്കറിയേണ്ട കാര്യമില്ലേ? നന്ദു വേണുവിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഇവിടെ വന്ന് നീ എടി എന്നുള്ള വിളിയൊന്നും വേണ്ട. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഞാൻ അതിനൊപ്പം നിൽക്കും. അല്ലാതെ എനിക്ക് മറ്റാരെ സഹായിക്കേണ്ട കാര്യമില്ല. വേണു പെട്ടെന്നിന് സ്വരം മാറ്റി. ശരിയാ എസ് ഐ മാഡം, ഒരു കാര്യം മനസ്സിലാക്കണം. അനി ഇപ്പോഴും ഇവളുടെ ഭർത്താവാണ്. നിയമപരമായിട്ട് ഡിവോഴ്സ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഡിവോഴ്സ് കിട്ടാത്തിടത്തോളം കാലം അവൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ മോതിരം നടത്താനോ ഒന്നും ശരിയല്ലെന്ന് മാഡത്തിനറിയില്ലേ? നന്ദുവിന്റെ നെഞ്ചിൽ ഒരു തീ ആളിക്കത്തി. അനിയുടെ വിവാഹ നിശ്ചയം നടക്കുന്ന ആ ദിവസം അവൾ അനുഭവിക്കുന്ന സങ്കടമൊന്നും ഇവർക്കറിയില്ലല്ലോ. ഈ സമയത്താണ് ഇവർ വന്ന് നിയമം പഠിപ്പിക്കുന്നത്. അനാമിക മുന്നോട്ട് കുറച്ചുകൂടി മൃദുവായി സംസാരിച്ചു തുടങ്ങി. നന്ദു, നമ്മൾ തമ്മിൽ പല ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും അനിയുടെ ഭാര്യയായിട്ട് ഇരിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും നിന്നെ തന്നെയാണ് അനിക്ക് ഭാര്യയായി കാണാനും താല്പര്യം. ആ അവന്തികയെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കോമ്പൻസേഷൻ കിട്ടിയേ തീരൂ. അതിനുവേണ്ടിയാണ് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നത്. ഇതിപ്പോൾ എല്ലാം തകിടം മറിയുന്ന അവസ്ഥയിലാ. അവിടെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. അവന്തികയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു പൈസ തരാതെ തന്നെ അവർ എന്നെ ഒഴിവാക്കാനും പറ്റും. അത് നിയമപരമായ തെറ്റല്ലേ? നന്ദുവിന് കാര്യങ്ങൾ മനസ്സിലായി. അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ശരിയാ, നിങ്ങളൊരു പരാതി എഴുതിത്താ, ഞാൻ അന്വേഷിക്കാം. വേണുവിന് അത്ര വിശ്വാസം പോരായിരുന്നു. അല്ല മാഡം, അവിടെ ചെന്ന് ഇടപെടാൻ മാഡത്തിന് പറ്റുമോ? ആ വീട്ടുകാർ മാഡത്തിന് നല്ല ബന്ധമായിട്ടുള്ളവരല്ലേ. ഞങ്ങൾക്ക് അവിടെ നിന്ന് നീതി കിട്ടുമോ? ഞങ്ങളതൊന്നും വിചാരിക്കുന്നില്ല. നന്ദുവിന്റെ കണ്ണുകൾ തിളങ്ങി. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗം മാത്രമേ നിൽക്കത്തുള്ളൂ. നിങ്ങൾ പരാതി എഴുതിത്തായോ? അവർ പരാതി എഴുതി കൊടുത്തു. എന്നിട്ട് അവർ നേരെ അനന്തപുരിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കല്യാണം മുടക്കുക, അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതേ സമയം അനന്തപുരിയിൽ ഒരുക്കങ്ങൾ ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്. അനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ട് ഒട്ടും തന്നെ സന്തോഷമാവുന്നില്ല. അവന്തികയാണെങ്കിൽ വലിയ സ്വപ്നങ്ങളുണ്ടിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. നവ്യയ്ക്ക് ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ നേരെ അവന്തികയുടെ സഹോദരനായ അബിയുടെ അടുത്തേക്ക് ചെന്നു. അബി, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അബി അവളെ അത്ഭുതത്തോട് നോക്കി. അതെന്താ നവ്യ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അനി നല്ലൊരു പയ്യനല്ലേ. അവന്തികക്ക് ഇതിലും നല്ലൊരു ബന്ധം വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമോ നീ വിചാരിക്കുന്നുണ്ടോ? നവ്യ വിടാൻ ഭാവമില്ലായിരുന്നു. അവന്തികക്ക് ചിലപ്പോൾ ഇതിലും നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നു. എന്തായാലും അനി ഒരു രണ്ടാം കെട്ടുകാരനല്ലേ? അഭിയൊന്ന് ചിരിച്ചു. അതെ, രണ്ടാം കെട്ടുകാരനോ മൂന്നാം കെട്ടുകാരനോ ആയാലും അവൻ ഈ അനന്തപുരിയിലെ അംഗമാണ്. ഇവിടുത്തെ പകുതിയോളം സ്വത്തിന് അവകാശിയാണ് അനി. അങ്ങനെയുള്ള അനിയെ എൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ച അവൾക്കുള്ള വീതവും അനിയുടെ വീതവും കൂടി എല്ലാം കൂടി ഇവിടെ തന്നെ കിടക്കും. അനന്തപുരിയിൽ ഒരു രാജ്ഞിയായി തന്നെ അവൾക്ക് വാഴാം. അതുകൊണ്ട് അവൾ ഇപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത് തന്നെ. അനി എം ഡി ആയിട്ട് തന്നെ ഇരുന്നെങ്കിൽ അവൾക്ക് ഒന്നുകൂടി സന്തോഷമായനെ. അവൻ അവളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നടന്നിരിക്കുന്നത് മൂർത്തി ജ്വല്ലറിയുടെ എം ഡിയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ആദർശ് വന്നപ്പോൾ അനിയുടെ എം ഡി സ്ഥാനം അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. അതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല. അവൾ അനിയല്ലേ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അവനെ തന്നെ കല്യാണം കഴിച്ചോട്ടെ. നവ്യ അഭിയെ സംശയത്തോടെ നോക്കി. അതങ്ങനെ വരത്തുള്ളൂ. അല്ലെങ്കിലും നിന്നെയും നിന്റെ അമ്മയെയൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അവളൊക്കെ നമ്മുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അവൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നത് കേട്ട് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കല്ലേ. അഭി വീണ്ടും അങ്ങ് ചിരിച്ചു. അതൊക്കെ നിന്റെ വെറുതെ തോന്നലാ നവ്യേ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. അവന്തിക എന്നേക്കാളും അമ്മയെക്കാളും വിളച്ചിൽ പഠിച്ച ആളാണ്. അവളിപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ്. ഈ കല്യാണം അവൾ നടത്തുന്നതിൻ്റെ സ്വത്തിന് വേണ്ടിയാണ്. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. നവ്യ ഞെട്ടലോട് ചോദിച്ചു. ആണോ? അവന്തിക നമ്മുടെ കൂടെയാണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ചെറുതായിട്ട് അനിയൊന്ന് ചതിക്കുവാണല്ലേ? ചെറുതായിട്ടല്ല, നല്ല ഒന്നാം തരം ചതിയാണ്. എന്നിട്ട് വേണം ഇവിടെയുള്ള അഹങ്കാരികൾക്കൊക്കെ ഒരു അടി കൊടുക്കാൻ. ഈ കല്യാണം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയെന്ന് അഭി പറഞ്ഞു. നവ്യക്ക് അപ്പോഴാണ് അനാമികയുടെ കാര്യം ഓർമ്മ വന്നത്. അല്ല അഭി, ഈ കല്യാണം നടക്കാൻ പറ്റുമോ? അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും അനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അനാമിക ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ? അഭി അത് പുച്ഛിച്ച് തള്ളി. അനാമിക ഇവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പോരാത്തതിന് സാക്ഷാൽ മുത്തശ്ശനല്ലേ മുൻപിൽ നിന്ന് ഇതെല്ലാം തന്നെ നടത്തുന്നത്. മുത്തശ്ശൻ മുൻകൈയെടുത്ത് ഒരു കാര്യം നടത്തുമ്പോൾ വേണുവോ അനാമികയോ വന്ന് പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അവരെവിടെ നിന്ന് ജീവനോട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നവ്യേ? അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നമ്മൾ ഇതിനൊക്കെ അങ്ങ് കൂട്ടുനിന്നാൽ മാത്രം മതി. എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങ് നടക്കും. ഇതേ സമയം അവന്തിക അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തന്നെ ഇങ്ങനെ വരുമായിരുന്നു. ജലജ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, നീ നന്നായി തന്നെ ഇറങ്ങിയേക്കണം. ഏതായാലും നീ അനിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് നല്ല കാര്യം തന്നെയാ. സ്വത്തുക്കളൊക്കെ നമ്മുടെ കൈവിട്ടു പോവില്ലല്ലോ. പക്ഷേ അവൻ ആ എം ഡി സ്ഥാനം ആദർശിന് ഒഴിഞ്ഞു കൊടുത്തത് എനിക്ക് അത്രങ്ങ് പിടിച്ചിട്ടില്ല. അവന്തിക അമ്മയെ നോക്കി ഒളി കണ്ണോട് പറഞ്ഞു. അമ്മേ, ഇപ്പം അതൊന്നും മിണ്ടണ്ട.
ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അനിയേട്ടനെ കല്യാണം കഴിക്കുന്നത് സ്വത്തും പണവും മാത്രം നോക്കി ജീവിക്കാനൊക്കെ പറ്റുമോ? അനിയേട്ടൻ്റെ മനസ്സ് നല്ലതാ, അതുകൊണ്ടാ ഞാൻ അനിയേട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ജലജ പെട്ടെന്ന് തന്നെ ഇറങ്കോലിട്ടു. എന്താ നീ പറഞ്ഞത്? അവൻ്റെ മനസ്സ് കണ്ടിട്ടാണെന്നോ? അവൻ്റെ മനസ്സ് അത്രക്ക് നല്ലതായതുകൊണ്ടാണോ ആ അനാമിക ഇവിടെ നിന്നും ഇത്രയും അനുഭവിച്ചത്? അവൾ എവിടെ നിന്നും ആട്ടിപ്പായച്ചതൊക്കെ എന്തിനാണെന്ന് നിനക്കറിയില്ലേ? അവന്തിക വേഗം തന്നെ നല്ല കുട്ടിയാവാൻ ശ്രമിച്ചു. അനാമിക അത്ര നല്ല സ്വഭാവക്കാരിയൊന്നുമല്ലല്ലോ. അതുമാത്രമല്ല, അവൾ അനിയേട്ടനോട് ചേരുന്നൊരു പെണ്ണുമായിരുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും അവളെ ഇഷ്ടമായിരുന്നു. അവളൊരു പെരുങ്കള്ളിയായില്ലായിരുന്നോ? ജലജ പതുക്കെ പറഞ്ഞു. അതെ, അവളൊരു പെരുങ്കള്ളിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അനിക്കന്നും ഇന്നും മനസ്സിൽ മുഴുവൻ ആ നന്ദു ആയിരുന്നു, ആ മൊട്ടച്ചി നന്ദു. അതുകൊണ്ട് മാത്രം അവൻ അനാമികയെ ഒഴിവാക്കിയതെന്നാ എനിക്ക് തോന്നുന്നത്. അവന്തിക അത് നിഷേധിച്ചു. അനിയേട്ടൻ അങ്ങനെയൊന്നുമല്ല. ഇപ്പം അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദു ഒന്നുമില്ലാമേ. നന്ദുവിൻ്റെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ അനിയേട്ടനെ അവളെ മറന്നു കളഞ്ഞു. നന്ദുവിൻ്റെ മനസ്സിലും ഇപ്പം അനിയേട്ടനില്ല. പിന്നെ ഞാനെന്തിനാ വെറുതെ പേടിക്കുന്നത്? ജലജ മകളെ ഉപദേശിച്ചു. ശരി, അങ്ങനെയൊക്കെയാണെങ്കിൽ കൊള്ളാം. ഇനിയിപ്പോൾ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞാലോ നീ അവനെ കൈവിട്ട് കളയരുത്. അനാമികക്ക് സംഭവിച്ച ഗതി നിനക്ക് ഒരിക്കലും വരാൻ പാടില്ല. കാരണം അവൻ ഇനിയും ആ നന്ദുവിൻ്റെ പുറകെ പോകില്ല എന്ന് ആര് കണ്ടു? അവന്തികക്ക് ദേഷ്യം വന്നു. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കല്ലേ. ഇതേ സമയം ആദർശം നയനും സ്വന്തം മുറിയിലിങ്ങനെ ഒരുങ്ങുകയായിരുന്നു. നയന നന്നായി ഒരുങ്ങി കണ്ണാടിൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ആദർശനോട് പറഞ്ഞു. ആദർശേട്ടാ, ഇന്ന് നല്ലൊരു ദിവസമാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരും. പക്ഷേ നന്ദു, അവൾ വരില്ല. അവൾ ഇന്നും ഡ്യൂട്ടിക്ക് പോയിരിക്കുവാണ്. ആദർശ് സമാധാനത്തോടെ പറഞ്ഞു. അല്ല നയനെ, നന്ദു വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾ ഇവിടെ വന്നാൽ പിന്നെ വെറുതെ അനിയുടെ മനസ്സിലതൊരു ബുദ്ധിമുട്ടാവും. മാത്രവുമല്ല, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടവരായിരുന്നല്ലോ. പക്ഷേ അവരെ ഒന്നിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. രണ്ട് കുടുംബങ്ങൾക്കും താല്പര്യമില്ലാതെ അങ്ങനെ ആ ബന്ധം മുന്നോട്ട് പോകുന്നത് തന്നെയല്ല നല്ലത്. അതുകൊണ്ട് അവർ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾക്കും അത് നല്ലതാ, അനിക്കും നല്ലത്. നയന വിഷമത്തോട് തലയാട്ടി. ശരിയാ, ഞാൻ അവളോട് പറയുകയും ചെയ്തു നീ വരണ്ട എന്ന്. അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അനിയുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അവനിപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. അവന്തികയെ കല്യാണം കഴിക്കാൻ അവന് യാതൊരുവിധ താല്പര്യവുമില്ല. മുത്തശ്ശൻ നമ്മളൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ഈ നിശ്ചയത്തിന് പോലും നിൽക്കുന്നത്. അവന്തികയെ അങ്ങനെ കാണുന്നത് പോലും അവനിപ്പോൾ ദേഷ്യമാണ്. ആദർശ് അവളെ തിരുത്തി. അവന്തിക അബയെ പോലെയാ, അപ്പച്ചിയെ പോലെ ഒന്നും തന്നെ അല്ല നയനെ. അവൾ നല്ല കുട്ടിയാ. അവളുടെ അച്ഛൻ തിരികെ വന്നെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കാനോ ഈ ചടങ്ങിന് വിളിക്കാനൊന്നും അവൾ പോയില്ലല്ലോ. അങ്ങനെയുള്ള അവന്തിക മിടുക്ക് കുട്ടിയാണ്. അനിക്ക് ചേരുന്ന പെണ്ണ അവന്തിക മോള്. അവൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ. നന്ദുവിനെ നമുക്ക് വേറെ നല്ലൊരു പയ്യനെ കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് കല്യാണം നടത്താം. നയനക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതൊക്കെ ശരിയാ. ഈ കല്യാണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടന്നാൽ മതിയായിരുന്നു. അതിന് എന്ത് പ്രശ്നമുണ്ടാവാനാ നീ ഈ പറയുന്നത്? ആദർശ് ചോദിച്ചു. ഇപ്പം ചെയ്യുന്നത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമെന്നല്ല ആദർശിന് തോന്നുന്നുണ്ടോ? മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പക്ഷേ അനിയുടെയും അവന്തികയുടെയും ഭാവിക്കും ഓക്കെ ഇത് തന്നെയാണ് നല്ലത്. നയനെ നിർത്തി. എന്നാലും എന്താ ആദർശേട്ടൻ എന്താ മറന്നുപോയോ? അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് അനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ കോടതിയിൽ കിടക്കുന്ന സമയത്താണ് അനി മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം കല്യാണമൊക്കെ നടത്തുന്നത്. നിയമപരമായിട്ട് തെറ്റാനുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അനാമിക ചെന്ന് പോലീസിലൊരു പരാതി കൊടുത്താൽ ഈ വിവാഹ നിശ്ചയം അവിടെ വെച്ച് തന്നെ മുടങ്ങിപ്പോയേനെ. നയന തൻ്റെ ആശങ്ക പങ്കുവച്ചു. ആദർശൊന്ന് മൂളി. അത് ശരി തന്നെയാണ് നയനെ. അനാമിക ആ കോമ്പൻസേഷന് വേണ്ടിയിട്ട് നിൽക്കുക. അല്ലാതെ അനിയെ മൊത്തത്തിൽ അവൾക്കിനി വേണ്ടല്ലോ. അതൊക്കെ ശരിയാ. പക്ഷേ ഒരു കോമ്പൻസേഷൻ കൊടുത്ത് ആ അനാമികയെ അങ്ങ് ഒഴിവാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടെൻഷൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ അവളുടെ വീട്ടുകാർ വന്ന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. ആദർശ് അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊന്നും വന്ന് പ്രശ്നമുണ്ടാക്കുന്നൊന്നുമില്ല അവള്. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ മുത്തശ്ശൻ ഇവിടെയില്ലേ? മുത്തശ്ശനാണല്ലോ എല്ലാത്തിനും മുൻപിൽ നിൽക്കുന്നത്. മുത്തശ്ശൻ തന്നെ അതൊക്കെ നോക്കിക്കോളും. എങ്കിലും ആദർശിൻ്റെ ഉള്ളിലും ഒരു ചെറിയ ഭയം ഉടലെടുത്തു. ഇതേ സമയം വിവാഹ നിശ്ചയത്തിനായി ഒരുങ്ങി നിൽക്കുന്ന അനിയുടെ അടുത്തേക്ക് അവന്തിക വന്നു. അവളുടെ മുഖത്ത് കടുത്ത ദേഷ്യവും നിരാശയും ഉണ്ടായിരുന്നു. അവൻ തിരിഞ്ഞു നിൽക്കുമായിരുന്നു. അനിയേട്ടാ, അവന്തിക വിളിച്ചു. അനി തിരിഞ്ഞു നോക്കിയില്ല. അവന്തിക വീണ്ടും പറഞ്ഞു. അനിയേട്ടനെ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കല്യാണ ചെറുക്കൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ ഞാൻ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേ. അനി കടുത്ത ദേഷ്യത്തോടെ തിരിഞ്ഞു. എന്ന് പറയാൻ അവന്തികയെ, ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാ ഈ കല്യാണത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന്. എന്നിട്ടും എൻ്റെ മേലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന നിനക്ക് നാണമില്ലേ? എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാൻ ഒരർത്ഥവുമില്ല. അവന്തിക സങ്കടം നടിച്ചു. മുത്തശ്ശനല്ലേ നമ്മുടെ കല്യാണം തീരുമാനിച്ചത്. അതിനെ എതിർക്കാൻ നമുക്കൊക്കെ പറ്റുമോ അനിയേട്ടാ? അനി പെട്ടെന്നങ്ങ് പൊട്ടിച്ചെറിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. അത് നിനക്ക് മുത്തശ്ശനോട് പറഞ്ഞുകൂടായിരുന്നോ? ഈ കല്യാണം നടക്കില്ല എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ? അല്ല, അത് അനിയേട്ടനും പറയാമായിരുന്നില്ലേ? ഞാൻ പല പ്രാവശ്യം മുത്തശ്ശനോട് പറഞ്ഞതാ. പക്ഷേ മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വിവാഹ നിശ്ചയം നടക്കണമെന്ന് മുത്തശ്ശൻ വാശി പിടിച്ചത്. പിന്നെ ഞാൻ അനിയോടൊരു കാര്യം പറഞ്ഞല്ലോ.
ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിവാഹ നിശ്ചയത്തിനായിട്ട് ഇറങ്ങി വരണം. പക്ഷേ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുമെന്നൊന്നും അനിയേട്ടൻ വിചാരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ. അവന്തിക വളരെ തന്ത്രപരമായി സംസാരിച്ചു. അനി താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, അനാമികയുമായിട്ട് ഡിവോഴ്സ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ കൂടുതലൊന്നും ആഗ്രഹിക്കാനും പോവണ്ട അവന്തികയെ. അവൾ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഈ വിവാഹ നിശ്ചയം അപ്പം തന്നെ മുടങ്ങി പോകും. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പറഞ്ഞത് മുത്തശ്ശനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ ചടങ്ങിന് ഇറങ്ങണമെന്നാണല്ലോ. അതിനുവേണ്ടി കല്യാണമൊക്കെ ആകുമ്പോഴേക്കും നീ തന്നെ മുത്തശ്ശനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പോൾ നിന്റെ കൂടെ താഴേക്ക് വരുന്നത്. അവന്തിക പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് അനിയേട്ടനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അനിയേട്ടാ. അത് അനിയേട്ടൻ മനസ്സിലാക്കണം. അനി പുച്ഛത്തോടെ മുഖം തിരിച്ചു. അതൊക്കെ ഞാൻ മനസ്സിലാക്കാം, പക്ഷേ നീ എനിക്ക് തന്ന വാക്ക് മറക്കരുത്. ഇല്ല അനിയേട്ടാ, ഞാൻ വാക്ക് മാറ്റില്ല. ഇപ്പൊ തൽക്കാലം നമ്മുടെ വിവാഹ നിശ്ചയം ഒന്ന് നടക്കട്ടെ. അനിയേട്ടനൊന്ന് സമാധാനപ്പെട്. അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തപുരി തറവാട്ടിൽ വലിയ ഹാളിൽ ഇങ്ങനെ വിവാഹ നിശ്ചയത്തിലുള്ള എല്ലാ ചടങ്ങുകളും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. മുത്തശ്ശനും കുടുംബാംഗങ്ങളും അതിഥികളും എല്ലാവരും ഹാളിൽ വന്ന് നിന്നു. മുകളിൽ നിന്ന് നയനയും നവ്യയും ജലജയും ചേർന്നുകൊണ്ട് അതിസുന്ദരിയായി തന്നെ ഒരുങ്ങിറങ്ങി അവന്തികയെ താഴേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. മറുവശത്ത് നിന്ന് ആദർശും അഭിയും ചേർന്ന് അനിയും കൂട്ടിക്കൊണ്ടുവന്നു. എല്ലാവരും അങ്ങനെ ഹാളിൽ ഒത്തുകൂടി. അവന്തികയുടെ മുഖം വല്ലാതെ വിജയിച്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ അനിയുടെ മുഖത്ത് അപ്പോഴും കടുത്ത അതൃപ്തി തന്നെ നേളിച്ചു നിന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് അവന്തികയെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ വെറുപ്പോടു കൂടെ നോക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ വന്നുകൊണ്ട് തന്നെ അനിയുടെ തോളിലങ്ങ് കൈവച്ച് ഉപദേശിക്കാൻ തുടങ്ങി. അനി, ഇനി നീ പഴയ കാര്യങ്ങളെല്ലാം മറക്കണം. നിന്റെ മനസ്സിൽ ഇനി അവന്തിക മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ജീവിതത്തിൽ ഇതിനു മുൻപ് സംഭവിച്ച എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും നീ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അനാമികയുടെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ചും അതിനു മുൻപ് നീ നന്ദുവിനെ ഇഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊക്കെ നീ ഇനി ഓർക്കാൻ പാടില്ല. ഇനി നിന്റെ ഭാര്യ അവന്തിക മോളാണ്. അതുകൊണ്ട് അവന്തികയുമായിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കണം. നിന്റെയൊക്കെ സന്തോഷം കാണാനല്ലേ എനിക്ക് താല്പര്യമെന്ന് മുത്തശ്ശൻ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ തന്നെ അത് കേട്ടു നിന്നു. ജലജയ്ക്ക് പെട്ടെന്ന് ചടങ്ങ് കഴിയാൻ വേണ്ടിയിട്ട് ധൃതിയായിരുന്നു. ഇനി എന്തിനാ അങ്ങനെ വെറുതെ സമയം കളയുന്നത്? അതങ്ങ് എടുത്തു കൊടുക്ക്. മോതിരമാറ്റൽ നടക്കട്ടെ. അവന്തിക സന്തോഷത്തോടെ തന്റെ വിരൽ നീട്ടിക്കൊടുത്തു. അനി വലിയൊരു നെടുവീർപ്പോടു കൂടി ആ മോതിരം അവളുടെ വിരലിലേക്ക് അണിയാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ നിന്നും ആ ഒരു ശബ്ദം കേട്ടത്. നിർത്ത്! എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വേണുവും രേവതിയും അനാമികയും അവിടെ നിൽക്കുകയായിരുന്നു. അവരുടെ വരവ് കണ്ട് അവന്തികയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവൾ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. മുത്തശ്ശനും മറ്റു കുടുംബാംഗങ്ങളും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്തം വിട്ട് നിന്നു. വേണു ദേഷ്യത്തോടു കൂടെ മുന്നോട്ട് വന്നു. നിർത്ത്! ഇതെന്ത് തോന്നിയാസാ നിങ്ങൾ ഈ കാണിക്കുന്നത്? എൻ്റെ മോളുടെ ഭർത്താവ് ഇപ്പോഴും അനി തന്നെയാ. എന്നിട്ടിപ്പോ അവൻ മറ്റൊരു പെണ്ണിന്റെ വിരലിൽ മോതിരം ഇട്ടുകൊടുക്കാൻ പോകുന്നോ? നിങ്ങൾ ഇവിടെ ഈ ചടങ്ങ് നടത്തുന്നത് എന്ത് ഉദ്ദേശത്തിലാ? മുത്തശ്ശൻ കോപത്തോട് മുന്നോട്ട് വന്നു. അല്ല, നിങ്ങൾ ഇതെല്ലാം മുടക്കാൻ വേണ്ടി വന്നതാണോ? അനാമിക വിളിച്ചു പറഞ്ഞു. അതെ, ഞാൻ ഇപ്പോഴും അനിയുടെ ഭാര്യയാണല്ലോ. ഡിവോഴ്സ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അങ്ങനെയുണ്ടപ്പോൾ ഇങ്ങനൊരു വിവാഹ നിശ്ചയം കല്യാണമൊക്കെ ഒന്നും നിയമപരമായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഇത് നിങ്ങൾ നടത്തുന്നത് തോന്നിയാസല്ലേ? വേണു വീണ്ടും കയർത്തു. അതെ, ഇത് തോന്നിയാസം തന്നെയാ. ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല. എൻ്റെ മോളുടെ ഭർത്താവ് ഇവൻ ഇപ്പോഴും. അങ്ങനെയുള്ള ഇവൻ മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ മോതിരം വിട്ടു കൊടുക്കുന്നത് ശരിയല്ല. ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. അത് കേട്ടപ്പോൾ മുത്തശ്ശന്റെ നിയന്ത്രണം വിട്ടു. അദ്ദേഹം ആഞ്ഞൊരു അടി വേണുവിന്റെ കർണത്തങ്ങ് കൊടുത്തു. അടിയുടെ ആഘാതത്തിൽ വേണു പിന്നോട്ടങ്ങ് വേച്ചുപോയി. വേണു പൊളിഞ്ഞു നിൽക്കുവാണ്. അത് കണ്ട് അനാമികക്ക് സഹിച്ചില്ല. എന്താ ഈ ചെയ്തത്? എൻ്റെ അച്ഛനെ എന്തിനാ നിങ്ങൾ തല്ലിയത്? അവൾ അലറി. ഞങ്ങൾ നിയമപരമായിട്ട് ശരിയായ ഒരു കാര്യം തന്നെയാണ് ചോദിച്ചത്. ഇവിടെ നടക്കാൻ പാടില്ല. അവൾ അവിടെ നിന്നും വലിയൊരു ബഹളം വെക്കാൻ തുടങ്ങി. ഹോളാകെ ഒരു സംഘർഷമായ അവസ്ഥ. ഇതേസമയം അനാമികയും വീണും അനന്തപുരിയിലും മറ്റുള്ളവരുമായി വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മുറ്റത്തൊരു പോലീസ് ജീപ്പ് ചീറിപ്പാഞ്ഞു വന്നു നിന്നത്. ജീപ്പിൽ നിന്നും SI നന്ദു ഗാംഭീര്യത്തോടെ ഇറങ്ങി വന്നു. പോലീസ് യൂണിഫോമിൽ അവളെ കണ്ടപ്പോൾ അനി ഒന്ന് ഞെട്ടി. എന്താ ഇപ്പൊ നന്ദു ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അവൻ അന്തം വിട്ട് നോക്കി നിന്നു. അവന്തികയും രേവതിയും ജലജയും എല്ലാം പോലീസിനെ കണ്ട് ഭയന്നു. നന്ദു നേരെ ഹാളിലേക്ക് കയറി വന്നു. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വികാരവും ആയിരുന്നു. തികഞ്ഞ ആ ഒരു പോലീസ് ഓഫീസറുടെ ഭാവം മാത്രം. ഈ വിവാഹ നിശ്ചയം ഇവിടെ നടക്കില്ല എന്ന് നന്ദു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മുത്തശ്ശൻ അത്ഭുതത്തോട് ചോദിച്ചു. അതെന്താ നന്ദു? നന്ദു മുത്തശ്ശനെ നോക്കി കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ നിയമപരമായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഈ നിൽക്കുന്ന അനി ഇപ്പോഴും അനാമികയുടെ ഭർത്താവാണ്. ഇവർക്ക് ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു വിവാഹ നിശ്ചയവും കല്യാണമൊക്കെ നടത്തുന്നത് ഇന്ത്യൻ നിയമപ്രകാരം തെറ്റാണ്. അതിൻ്റെ പേരിൽ ഇവർ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവരെയും നോക്കി. ഈ ചടങ്ങ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇത് നടക്കാൻ ഒരു നിർവാഹവുമില്ല. നിയമപരമായി ഇത് തെറ്റാണ്. ഇത് നടന്നാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് തീർത്തും ഇത്ര പറയാനേ കഴിയുള്ളൂ. നന്ദുവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ അനിയുടെ ഉള്ളിൽ വലിയൊരു സന്തോഷം പൊട്ടിമുളച്ചു. അവൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ ചിരി മിന്നിമാഞ്ഞു. ഇപ്പോൾ ഈ കല്യാണം മുടങ്ങിയല്ലോ എന്ന് ഓർത്ത് അവൻ തുള്ളിച്ചാടി. അനാമിക നന്ദുവിൻ്റെ വാക്കുകൾ ശരിവെച്ചു. ശരിയാണ്, ഞങ്ങളാണ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്.
ഇതൊന്നും ഇവിടെ നടക്കില്ല. മുത്തശ്ശന് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിന്നു. അനന്തപുരിയിലെ ആ ഗംഭീരമായ ചടങ്ങ് അവിടെ വെച്ച് പൂർണ്ണമായും മുടങ്ങുകയായിരുന്നു. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം തൻ്റെ പഴയ കാമുകിയായ നന്ദു തന്നെ തൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ രൂപത്തിൽ വന്ന് അത് മുടക്കിയിരിക്കുന്നു. അനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രമാത്രം സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിൻ്റെ ഇടപെടലോടുകൂടെ തന്നെ അനിയുടെയും അനാമികയുടെയും ആ വിവാഹ നിശ്ചയം അവിടെ അങ്ങ് താൽക്കാലികമായി തന്നെ അങ്ങ് മുടങ്ങുകയായിരുന്നു. അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിരുനാളം അതോടുകൂടെ തെളിഞ്ഞു. അങ്ങനെ പത്തനംമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.